ടൊയോട്ട മെഗാ ക്രൂയിസർ എസ്യുവികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ എന്ന ഭീകരനെയല്ലേ നിങ്ങൾക്കറിയൂ? എന്നാൽ അതിലും വലിയൊരു ഭീകരനെ ടൊയോട്ട നിർമ്മിച്ചിട്ടുണ്ട്. അവനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആയിരത്തി 1995 ടൊയോട്ട അവതരിപ്പിച്ച ഒരു ഹെവി ഡ്യൂട്ടി 4 വീൽ ഡ്രൈവ് SUV ആണിത്. ടൊയോട്ട നിർമ്മിച്ച ഏറ്റവും വലിയ 4 വീൽ ഡ്രൈവ് വാഹനമായ ഇവന് ഹംവി, ഹമ്മർ H1 എന്നിവയുമായി അടുത്ത സാമ്യമുണ്ട്. സൈനിക വാഹനമായാണ് ജപ്പാൻ ഇവനെ നിർമ്മിച്ചത്. കൂടാതെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്, ജപ്പാൻ ഓട്ടോ ഫെഡറേഷൻ എന്നിവരും ഇവനെ ഉപയോഗിച്ചിരുന്നു. 2020 കണക്കനുസരിച്ച് ടൊയോട്ട 3000 യൂണിറ്റുകൾ നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്. 133 എണ്ണം സാധാരണക്കാരും വാങ്ങിയിട്ടുണ്ട്. ജപ്പാനിൽ മാത്രമാണ് ടൊയോട്ട ഇവനെ വിറ്റിരുന്നത്. 1993 ഒക്ടോബറിലെ 30ാമത് ടോക്കിയോ മോട്ടോർ ഷോയിലാണ് മെഗാ ക്രൂയിസറിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആദ്യമായി അവതരിപ്പിച്ചത്. 1995 ഉൽപാദനം ആരംഭിച്ചതെങ്കിലും 1996 വിൽപ്പന നടക്കുന്നത്. കർശനമായ വാഹന നികുതിയും ജപ്പാനിലെ ഇടുങ്ങിയ തെരുവുകൾ ഇവന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിച്ചതും കാരണം 2001 ടൊയോട്ട ഈ ഭീമന്റെ വിൽപ്പന നിർത്തിയതായി പ്രഖ്യാപിച്ചു. ചിലത് മാത്രം വിദേശത്തേക്ക് വിറ്റതായി കണക്കുകൾ കാണിക്കുന്നുണ്ട്. 4 ഡോർ ഫുൾ സൈസ് SUV ആയാണ് ഇവനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ 4.1 ലിറ്റർ ടർബോ ഡീസൽ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനും ഇവനുണ്ട്. 153 bhp ആണ് ഇവന്റെ കരുത്ത്. 2 സ്പീഡ് ട്രാൻസ്ഫർ കേസുള്ള 4 സ്പീഡ് ഐസിൻ ബാർണർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 4 ചക്രങ്ങളിലേക്കും പവർ നൽകുന്നു. ഐസിൻ ബാർണർ എന്താണെന്നൊരു സംശയം വന്നേക്കാം. പറഞ്ഞുതരാം. ടൊയോട്ട ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു അംഗമാണ് ഇവർ. ജപ്പാൻ ബേസ്ഡ് കമ്പനി തന്നെയാണ് ഇത്. 1949 ജൂൺ 1 സ്ഥാപിതമായത്. വാഹന നിർമ്മാണത്തിന് ആവശ്യമായ സ്പെയർ പാർട്സ് നിർമ്മിച്ചു നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. ടൊയോട്ട വാഹനങ്ങൾക്ക് പുറമെ പല വൻകിട കമ്പനികൾക്കും ഇവരാണ് സ്പെയറുകൾ നൽകാറ്. ഈ കമ്പനി നിർമ്മിച്ച ഗിയർ ബോക്സ് ആണ് ടൊയോട്ട മെഗാ ക്രൂയിസറിൽ നൽകിയിരിക്കുന്നത്. 3395 mm ആണ് ഇവന്റെ വീൽ ബേസ്. 5090 mm നീളവും 2075 mm ഉയരവും 2070 mm വീതിയും 600 കിലോഗ്രാം ലോഡ് കപ്പാസിറ്റിയുമുള്ള ഇവന്റെ ഭാരം 2850 കിലോഗ്രാം ആണ്. അന്നത്തെ കാലത്ത് ഫ്രണ്ട്, സെന്റർ, റിയർ ഡിഫറൻഷ്യൽ ലോക്കുകളും സെന്റർ ടയർ പ്രഷർ സിസ്റ്റവും ഇവനുണ്ടായിരുന്നു. മെഗാ ക്രൂയിസറിൽ 2 പേർക്ക് മുന്നിലും 4 പേർക്ക് പിന്നിലും ഇരിക്കാൻ കഴിയും. ഇന്നത്തെ വമ്പൻ കാറുകളിൽ ഉള്ളതുപോലെ ടേണിംഗ് റേഡിയസ് കുറയ്ക്കാൻ 4 വീലുകളും സ്റ്റിയറിംഗ് സംവിധാനവും ഇവന്റെ പ്രത്യേകതയായിരുന്നു.